അതെ, നമുക്കിന്ന് കുറച്ച് മെഹന്തി കോൺസിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നേ. അപ്പം ദേ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങാൻ പോവാം. തലേന്ന് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പേസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കും കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ അത് എയർ കയറാത്ത ഒരു ടൈറ്റ് കണ്ടെയ്നറിനകത്തോ അതല്ലെന്നുണ്ടെങ്കിൽ എയർ കയറാത്ത വിധം നമ്മളത് നല്ല രീതിയിൽ സെക്യൂർ ചെയ്ത് വെക്കണമേ. നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് എയർ കയറാത്ത വിധം ഞാനിത് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനി ഓവർനൈറ്റ് ഫുള്ള് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. എന്നാൽ ഇതിൻ്റെ കറക്റ്റ് ഒരു റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ഡേയിൽ ദേ ഞാനിത് ഓപ്പൺ ചെയ്യാൻ പോകാം കേട്ടോ. ഇത് നല്ല രീതിയിൽ ചുമക്കുന്ന മെഹന്തി ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേളത്തെ ഭാഗം മൊത്തം അതൊരു ബ്രൗൺ കളർ പോലെ ആകും. എന്നിട്ട് താഴത്തെ ഭാഗം ഗ്രീൻ കളറും ആയിരിക്കും. ഞാനത് കാണിച്ചു തരാവേ. ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് കട്ടയൊന്നും വരരുത്. വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക. അതല്ല നമുക്ക് ഇതിലൊഴിക്കാനുള്ള ലിക്വിഡ് ഉണ്ട്, അതുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം കട്ടയൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ കോണിലേക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇതെല്ലാം ഓവറോൾ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി കോണെല്ലാം സെറ്റ് ചെയ്തിട്ട് കോണിലേക്ക് മാറ്റാം കേട്ടോ. മെഹന്തി കോണിലേക്കെല്ലാം നമ്മൾ ഏകദേശം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നല്ല രീതിയിൽ ടേപ്പ് വെച്ച് ഒട്ടിച്ച് സെക്യൂർ ചെയ്യണമേ. അങ്ങനെ അതും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ലോഗോ ഒട്ടിക്കുക കേട്ടോ. ഈ ഒരു ടൈം വരുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. കാരണം നമ്മുടെ എന്താ പറയുക, നമ്മൾ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് നടത്തിയ ഒരു കാര്യത്തിൻ്റെ ലോഗോ ഒക്കെ നമ്മൾ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഹാപ്പിനെസ് അല്ലേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് കോൺസൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റ ID താഴെ കൊടുത്തേക്കാം കേട്ടോ. വേണ്ടവർ അതിൽ DM ചെയ്താൽ മതിയേ.